ഹലോ കൂട്ടുകാരെ, നമ്മൾ ഹിന്ദി ക്ലാസ് എടുക്കാം. ഹിന്ദി നമ്മൾ 10 സ്വരം കൺസണൻ്റ് അല്ലെങ്കിൽ വ്യഞ്ജനങ്ങൾ പഠിച്ചു. എങ്ങനെ എഴുതുന്നതെന്ന് ഞാൻ പല പ്രാവശ്യം എഴുതി കാണിച്ചു. വ്യക്തമായി കാണുമെന്ന് വിചാരിക്കട്ടെ. ഇനിയും അടുത്ത വ്യഞ്ജനം ട ഇട്ട ഡ ഇഡ ന എങ്ങനെ എഴുതുന്ന നോക്കാം. ഇതാണ് ട. അങ്ങനെ ഈ ഒരു വരയിട്ടിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. സെമി സർക്കിൾ ട. സി എഴുതിയാൽ മതി. ആദ്യം ഒരു വരയിടുക, അതിനെ സി ആക്കുക. ട ഒരു വരയിടുക. ഉണ്ടല്ലോ, ഇതാണ് ട. ഇനി ഇട്ടാ നോക്കിയേ. ഇട്ട എല്ലാ ഭാഷയിലും ഇങ്ങനെ തോന്നുന്നു. ഇട്ട എന്ന് പൂജിടുക. ഒരു വരയിടുക, ഒരു സർക്കിളാക്കുക. ഇത് ട എന്നിങ്ങനെ ഒരു വരയിടുക, ഒരു സി ആക്കുക. അല്ലല്ലോ, എന്നിട്ടൊരു മുകളിൽ നിന്നിട്ട് വര കൊടുക്കുക. ഇട്ട അതുപോലെ തന്നെ ഒരു വരയിടുക, 0 കൊടുക്കുക, 0. ഇട്ട നിഡ നിഡ ഡ എഴുതി നോക്കി. ഒരു വരയിടുക, എസ് എഴുതുക. ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്. ഒരു വരയിടുക, എസ് ആക്കിയ ഡായ. ഇനി ഇഡ നോക്കിയേ. ഇത് ഈ സാധനമല്ലേ ഈ ഡാ ആദ്യം എഴുതുക. ഒരു വരയിടുക, സി എഴുതുക, അത് ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ഇട്ട ഇല്ലല്ലോ. ഇത് താഴോട്ട് വരരുത്. താഴോട്ട് വന്നപ്പോൾ രക്ഷവും ഇതിവിടെ വരെ വരാം. ഇതുപോലെ തന്നെ എഴുതിയിട്ട് ഇത് ഉള്ളിലേക്ക് വന്നാൽ ഇട്ട ട ഇട്ട ഡ ഇഡ ന എഴുതുമ്പോൾ ഇങ്ങനെ ഇത് കാണിക്കും. അല്ലല്ലോ, അത് കഴിഞ്ഞ് ലേശം കൊണ്ട് മാറി ഒരു വര കൂടി ഇങ്ങനെ എഴുതുക. ഇങ്ങനെ എഴുതിയാൽ പായായിട്ട് മാറും. ഇങ്ങനെ എഴുതിയിട്ട് കൂടെ ചേർന്ന് എന്നാൽ പായായിട്ട് മാറും. അങ്ങനെ എഴുതാൻ പാടില്ല. ഇത് ഇങ്ങനെ എഴുതിയിട്ട് ചേർന്ന് ഇച്ചിരി വലിയ വര. ഇതാണ് ന. അല്ലല്ലോ, ട ഇട്ട ഡ ഇഡ ന. സിമ്പിളാണ്. ഹിന്ദി വളരെ സിമ്പിളാണ്. എങ്ങനെയൊക്കെ എഴുതണം എന്നൊരു ഐഡിയ മനസ്സിൽ കിട്ടിയാൽ വേണം. ഡായാണെങ്കിൽ ഒരു വരയിടുക, സി എഴുതിയത് ഡായായി. ഇനി ഇട്ട എഴുതണമെങ്കിൽ ഒരു കൊച്ചൊരു വരയിടുക, സർക്കിളാക്കുക, ഇട്ടയായി. ഇനി ഈ ഡായ എഴുതണമെങ്കിൽ നമ്മൾ ഈ എഴുതിയതുപോലെ ഒരു വരയിടുക, എസ് എഴുതിയാൽ മാത്രം മതി. ഇതാണ് ഡ. ഇനി ഇട്ട എഴുതുന്നെങ്ങനെയാ? ഒരു ചെറിയൊരു വര കൊടുക്കുക, സി എഴുതുക, ആ സിയെ ഉള്ളിലോട്ട് കൊണ്ടുവന്നാൽ ഇഡയായി. അതാണ് ഇട്ട. നായും അതുപോലെ തന്നെ സിമ്പിളാണ്. ഒരു വര ഇങ്ങനൊരു ചന്ദ്രക്കല കൊണ്ട് ഇങ്ങനെ ഒരു വര ഇങ്ങനെ ഇട്ടാൽ വര ചേർന്ന് പോയാൽ പായായിട്ട് മാറും. ലേശം മാറി ഇങ്ങനെ ഒരു വര ഇട്ടാൽ നായായിട്ട് മാറും. കണ്ടല്ലോ. ഒന്നുകൂടി നമുക്ക് നോക്കാം. ട ഇട്ട ഡ ഇഡ ന. ട ഇട്ട ഡ ഇഡ ന. നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ ഒന്നുകൂടി എഴുതാം. ക ഖ ഗ ഘ ന. ച ഇച്ഛ ജ ജ ഇജ്ജ ഞ.
നമ്മൾ ഇന്ന് പഠിച്ചതാണ് ട, ഇട്ട, ഡ, ഇഡ, ണ. ഇന്നലെ പഠിച്ചതൊന്നുകൂടെ ഓർപ്പിക്കാം. ക, ഇഖ, ഗ, ഇഘ, ണ. ച, ഇച്ഛ, ജ, ഇജ്ജ, ഞ. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ചാനലിൽ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകൾ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങളത് കയറി കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറന്നു പോകരുത്. പഴയ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കത് പരിഹരിക്കാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കുറേശ്ശെ പതുക്കെയാണ് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത്. അക്ഷരങ്ങൾ എഴുതുന്നത് എങ്ങനെയാണ് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ എഴുതുകയും വായിക്കുകയും ചെയ്യണം. ഓക്കെ, നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.